വന്യജീവി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയും വനംവകുപ്പിനെതിരെയും വിമർശനവുമായി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിൽ ഇനിയും മനുഷ്യജീവനുകൾ പൊലിയുന്ന സാഹചര്യമുണ്ടാകുമെന്ന് MP പറഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ബാധ്യതയിൽ നിന്നും വനംവകുപ്പ് ഒഴിഞ്ഞു നിൽക്കുകയാണെന്നും MP ആരോപിച്ചു. നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും വന്യമൃഗശല്യം അതിരൂക്ഷമായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. പ്രത്യേകിച്ചും വേനൽക്കാലമാകുമ്പോഴേക്കും വനത്തിലുള്ള മൃഗങ്ങൾ പൂർണ്ണമായി നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ ഇനിയും മനുഷ്യജീവനുകൾ പൊളിഞ്ഞു വീഴുമെന്നുള്ളതാണ്. അപ്പോൾ തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെട്ടു പോകുന്നത്. പട്ടാപ്പകൽ പോലും കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നു, റോഡിൽ കൂടി സഞ്ചരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ മറ്റ് മൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് നോക്കുകുത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഹോട്ട്സ്പോട്ടുകൾ തീരുമാനിച്ച് അവിടെയെല്ലാം വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നു എന്നുള്ള പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള അവരുടെ ബാധ്യതകളിൽ നിന്ന് അവർ ഒഴിഞ്ഞു നിൽക്കുകയാണ്. വെറും പ്രഖ്യാപനങ്ങളല്ല ഇവിടെ ആവശ്യം. ഇവിടെ ശക്തമായ നടപടിയാണ് ആവശ്യം.